ഉപാധികൾ അംഗീകരിക്കാമെങ്കിൽ TVKയെ പിന്തുണയ്ക്കാമെന്ന് VCK. ഭൂരിപക്ഷം ഉറപ്പിക്കാൻ VCKയുടെ പിന്തുണ കൂടി നിർണായകമാണ്. ഇന്നലെയും വിജയ് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദവുമായി ഗവർണറെ കണ്ടിരുന്നു. കൃത്യമായ ഭൂരിപക്ഷം ഉറപ്പാക്കിയാൽ സത്യപ്രതിജ്ഞ അനുവദിക്കാമെന്ന നിലപാടിലാണ് ഗവർണർ. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഇങ്ങനെ ഓരോ ദിവസവും തമിഴകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രേക്ഷകരിലേക്ക് ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐസൻ, ഇന്നെങ്കിലും ഒരു തീരുമാനമാകുമോ? ഇന്നും വിജയ് ഗവർണറെ കാണുന്നു, ഓരോ ദിവസവും ഇങ്ങനെ പോയി കാണുന്നു, കാര്യങ്ങൾ പറയുന്നു, അപ്പോൾ വീണ്ടും ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു വിടുന്നു. അങ്ങനെ ഒരു സ്ഥിരം കലാപരിപാടിയായി മാറിയിരിക്കുകയാണോ ഇത്? തീർച്ചയായും രാഖി, അതുപോലെ അശ്വതി, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ അതിസങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ് തമിഴ്നാട്ടിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം അല്ലെങ്കിൽ രാഷ്ട്രീയ അന്തരീക്ഷം എന്നതാണ് സത്യം. തീർച്ചയായും നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഈ സങ്കീർണാവസ്ഥകൾ തുടരുന്നൊരു സാഹചര്യം തുടർച്ചയായി വിജയ് ഗവർണറെ കാണുകയും ചെയ്യുന്നുണ്ട്. ഗവർണർ ഒറ്റ കൃത്യമായ നിലപാടാണ് അന്നും ഇന്നും പറയുന്നത്. അതായത് 118 അംഗങ്ങളുടെ പിന്തുണ ഉറപ്പുണ്ട് എന്ന് എഴുതി നൽകിയാൽ അല്ലെങ്കിൽ അവരുടെ കത്തുമായി വന്നാൽ ആ നിമിഷം സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകാമെന്ന നിലപാടാണ് ഗവർണർ സ്വീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും അതിലൊരു ഗൗരവതരമായ ഒരു നിയമപ്രശ്നം കൂടിയുണ്ട്. കാരണം നേരത്തെ നമുക്കറിയാവുന്നതാണ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ച പാർട്ടികൾ ഒരു സഖ്യമായി വന്നിരിക്കുന്നു. പ്രത്യേകിച്ചും DMKയുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ DMKയ്ക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസും CPIയും CPMും ഒക്കെ അതുപോലെ തന്നെ മറ്റു പാർട്ടികളുമൊക്കെ ഇവരുടെ കൂടെ വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അത് തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായൊരു സഖ്യമാണ്. ആ സഖ്യം യഥാർത്ഥ സഖ്യമാണ് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ കൃത്യമായ കത്തുകൾ വേണം, കൃത്യമായ രേഖാമൂലമുള്ള ഉറപ്പ് വേണമെന്നാണ് ഗവർണറുടെ കൃത്യമായ നിലപാട്. അത് ഭരണഘടനാപരവും ഔചിത്യപരവും ലോജിക്കലായ ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. വിജയ് 107 അംഗങ്ങൾ 108 അംഗങ്ങൾ സാങ്കേതികമായി 108 മണ്ഡലങ്ങളിൽ ജയിച്ചെങ്കിലും ഒരു മണ്ഡലം ഒഴിയേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് 107 അംഗങ്ങളാണ് വിജയ്ക്കുള്ളത്. 5 പേർ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതുപോലെ തന്നെ 2 വീതം CPMൻ്റെയും CPIയുടെയും ഭാഗത്തു നിന്നുണ്ട്. സ്വാഭാവികമായും അത് 116 അംഗങ്ങൾ മാത്രമാണ് തികയുക. 117 അംഗങ്ങളാകുമ്പോൾ 50%, 118 ആകുമ്പോൾ 50+1 എന്ന അവസ്ഥയിലെത്തും. ഈ 2 പേരുടെ രണ്ട് സീറ്റുകൾ ലഭ്യമാകുക എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് VCK വലിയ രീതിയിലുള്ളൊരു സ്വാധീനം ചെലുത്തി ചില നീക്കങ്ങളൊക്കെ നടത്തുന്നത്. അത് ചില ഉപാധികൾ മുന്നോട്ട് വെച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ വന്നിരുന്ന വാർത്ത എന്ന് പറയുന്നത് ഉപമുഖ്യമന്ത്രി പദം വേണമെന്ന രീതിയിലുള്ള ചില വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ആ കാര്യം ചർച്ചയുമായിട്ടുണ്ട് TVKയുമായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ആരുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. മറ്റൊരു സ്ഥിരീകരണം, അതായത് VCKയുടെ വക്താവ് തന്നെ സമൂഹമാധ്യമ പോസ്റ്റിലൂടെ അറിയിച്ചത് ഏതെങ്കിലും സാഹചര്യത്തിൽ സഖ്യമുണ്ടാക്കാനുള്ളൊരു നീക്കമുണ്ടെങ്കിൽ ആ സഖ്യമുണ്ടാക്കുന്നതിന് ചില ഉപാധികളുണ്ട്. ആ ഉപാധികൾ ദളിത് റൈറ്റുമായി ബന്ധപ്പെട്ടും ദളിത് അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുമാണ് എന്ന വളരെ സാമാന്യവൽക്കരിച്ചൊരു മറുപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ഇന്ന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കത്ത് നൽകുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമ കുറിപ്പിലൂടെ ഈ വക്താവ് തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ TVK നിലനിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ 118 സീറ്റുകൾ തികയ്ക്കാനും ആ കത്ത് ലഭിക്കുന്നതോടെ ഗവർണറെ കാണാനും ഗവർണർ സ്വാഭാവികമായും സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകാനുമുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് തമിഴ്നാട്ടിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് വലിയ തോതിൽ, അതിനിടെയാണ് TVK ദിനകരനെല്ലാം തന്നെ TTK ദിനകരനെല്ലാം തന്നെ എത്തി ചില നീക്കങ്ങൾ നടത്തിയത്. അത്തരം നീക്കങ്ങളും ഒരു തെറ്റായ വഴിയിലേക്കുള്ള രീതി, അതായത് മറ്റൊരു രീതിയിലേക്ക് പോകരുത് എന്ന് കർശന നിലപാട് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കൃത്യമായ നീക്കങ്ങൾ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായാണ് എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യമൊക്കെയാണ് AMMK മുന്നോട്ട് വെച്ചത്. പക്ഷേ അതൊന്നും സാഹചര്യവശാൽ ഇപ്പോൾ നടക്കുമെന്ന് നിലവിലെ സാഹചര്യത്തിൽ തോന്നുന്നില്ല. നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് VCK എന്ന് പറയുന്ന പാർട്ടി പിന്തുണ നൽകുന്നതോടെ വിജയ് തൻ്റെ പിന്തുണ ലഭ്യമാണ് എന്ന് കൃത്യമായി ഗവർണറെ അറിയിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റിലേക്ക്, ഒരു അവസാനമായ ഒരു ക്ലൈമാക്സിലേക്ക്, യഥാർത്ഥത്തിൽ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ക്ലൈമാക്സിലെത്താതെ നീണ്ടുപോകുന്ന സിനിമ എന്ന ഒരു തമിഴ് സിനിമ പോലെ തന്നെ നീങ്ങുകയായിരുന്നു. ഇപ്പോൾ ക്ലൈമാക്സിലേക്ക് പോകുമെന്ന സൂചന ഇപ്പോഴുണ്ട്. പക്ഷേ കാര്യങ്ങൾ മാറിമറിയുകയാണെങ്കിൽ വീണ്ടും ഈ അരക്ഷിതാവസ്ഥ തുടരുകയും ചെയ്യും. ആർക്കും ഭൂരിപക്ഷം നൽകേണ്ടതില്ല എന്ന തീരുമാനം തമിഴ് ജനത എടുത്തത് തന്നെ വളരെയധികം ചിന്തിപ്പിക്കേണ്ട ഒരു സാഹചര്യം തമിഴ് ജനതയ്ക്കുണ്ട്, ചിന്തിക്കുന്ന സാഹചര്യമുണ്ട്, ചിന്തിപ്പിക്കേണ്ട സാഹചര്യം രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട് എന്ന കൃത്യമായ സൂചനയാണ് ഈ വ്യക്തമായ ജനവിധിയിലൂടെ ലഭ്യമായിരിക്കുന്നത്. ആർക്കും ഭൂരിപക്ഷമില്ല എങ്കിൽ ആ ഭൂരിപക്ഷം ഉറപ്പാക്കണമെങ്കിൽ കൃത്യമായ ചില മാനദണ്ഡങ്ങളോടെ പ്രവർത്തിക്കേണ്ടി വരുമെന്ന ഒരു സൂചന, അതായത് തമിഴ് ജനതയുടെ സൂചനയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ക്ലൈമാക്സ് ആയി നിലനിൽക്കുന്നത്.